നമസ്കാരം. നാട്ടുവരമ്പിലേക്ക് ഏവർക്കും സ്വാഗതം. തിരുവനന്തപുരത്ത് ശാസ്തമംഗലത്തുള്ള ഇൻറ്റിമേറ്റ് A2 മിൽക്ക് ഫാമിലെ നാടൻ പശുക്കളെക്കുറിച്ചുള്ള വിശേഷങ്ങളുടെ തുടർച്ചയാണ് ഈ അധ്യായം. ഇൻറ്റിമേറ്റ് A2 മിൽക്ക് ഫാമിൻ്റെ കുഞ്ഞൻ പശുക്കളുടെ ശേഖരമുള്ള ഒരു ഗോശാലയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഏവർക്കും അതിലേക്ക് സ്വാഗതം. ഇൻറ്റിമേറ്റ് A2 മിൽക്ക് ഫാമിൽ കുഞ്ഞൻ പശുക്കളിൽ ഏറ്റവും പൊക്കം കുറഞ്ഞ ഡാഫ് ഐറ്റം പൊങ്ങന്നൂർ പശുക്കളാണ്. ഇവർ ആന്ധ്രയിലെ പൊങ്ങന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവരുടെ ഉത്ഭവം. ലോകത്തിലെ തന്നെ പൊക്കം കുറഞ്ഞ പശുക്കളായി അറിയപ്പെടുന്ന വിഭാഗമാണ് പൊങ്ങന്നൂർ പശുക്കൾ. തിരുപ്പതി അമ്പലത്തിൽ ഇവരുടെ പാലാണ് അഭിഷേകം ചെയ്യുന്നത്, ലഡ്ഡു ഉണ്ടാക്കുന്നത്. തിരുപ്പതി അമ്പലത്തിൽ ഇവർക്ക് വേണ്ടി ഒരു ഗോശാല തന്നെയുണ്ട്. ഇത് ഞങ്ങളുടെ സുഭദ്ര 3 മാസം മുമ്പ് തന്ന മോളാണ് ഇവൾ, ശങ്കരി. ഇത് കാർത്തു, ഇവളുടെ കൂടെ ഒരു തുമ്പിയുണ്ട്, അവൾ പുറത്താണ്. അങ്ങനെ ഒരു 4 പേരുടെ ഒരു ശേഖരവും പിന്നെ ഒരു ബുള്ളും, അതാണ് നമുക്കിവിടെ ഞങ്ങളുടെ ശേഖരത്തിലുള്ളത്. ഇവർ നമ്മുടെ കാലാവസ്ഥയ്ക്ക് വളരെ അനുയോജ്യമാണ്. ആന്ധ്രയിൽ തന്നെയാണ് ഇവരുടെ ഉത്ഭവം. ആന്ധ്രയും നമ്മുടെ കാലാവസ്ഥയായിട്ട് വലിയ വ്യത്യാസങ്ങളില്ലാത്തതുകൊണ്ട് വളരെ അനുയോജിച്ച് പോകുന്നതാണ്. പിന്നെ പലരും വീട്ടിനകത്ത് വളർത്തുന്ന ഒരു പശുവാണിത്. പൊങ്ങന്നൂർ പശുക്കൾ പല ജനറേഷനുണ്ട്. ഇത് ഫസ്റ്റ് ജനറേഷനാണ് ഇത്രയും വലിപ്പമുള്ളത്. ഇതിൻ്റെ അടുത്ത ജനറേഷനിൽ ഈ ഒരു ജനറേഷനിലുള്ള ബുള്ളുമായിട്ട് മേറ്റ് ചെയ്ത് ഇതിനേക്കാളും ചെറിയ പശുക്കളുണ്ടാവും. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് മൈക്രോ പൊങ്ങന്നൂർ എന്നാണ് പറയുന്നത്. അതായത് ഒരു വലിയൊരു പൂച്ചക്കുട്ടിയുടെയോ പട്ടിയുടെയോ വലിപ്പമുള്ള പശുക്കുട്ടികളുണ്ട്. അവരെ വീട്ടിനുള്ളിൽ കട്ടിലും വീട്ടിനകത്ത് വളർത്തുന്നവരുണ്ട് ഫാൻസി ആയിട്ടൊക്കെ. പിന്നെ പലരുടെയും വിശ്വാസം ഇത് ഒരുപാട് ഐശ്വര്യം കൊണ്ടുവരുന്ന പശുക്കളെന്നുള്ളതാണ്. വെച്ചൂർ പശുക്കളെന്ന് പറഞ്ഞാൽ കേരളത്തിലെ കോട്ടയം ജില്ലയിലെ വെച്ചൂരാണ് ഈ വെച്ചൂർ പശുക്കളുടെ ഉത്ഭവസ്ഥാനം. പിന്നെ അടുത്ത കാലത്ത് പത്മശ്രീ ശോശാമ്മ അയ്യപ്പെന്ന് പറയുന്ന ഡോക്ടർക്ക് പത്മശ്രീ നേടിക്കൊടുത്ത് കേരളത്തിൻ്റെ അഭിമാനമായത് ഈ വെച്ചൂർ പശുക്കളാണ്. അപ്പോൾ അതിൽ 1000-2000 പശുക്കൾ ജനിക്കുമ്പം ഒരെണ്ണം നോക്കൂ, അതിൻ്റെ കണ്ണ് സ്വർണ്ണ കണ്ണാണ്, വാല് സ്വർണ്ണ നിറമാണ്. അങ്ങനെ സ്വർണ്ണ കപില എന്ന് ആ ഒരു വിഭാഗത്തിൽ ജനിക്കുന്നു. പക്ഷേ അതിലുണ്ടാകുന്ന കുട്ടി കപില പശു ആവണമെന്നില്ല. പണ്ട് കാലങ്ങളിൽ അമ്പലങ്ങളിൽ ഈ കപില പശുക്കളുടെ പാൽ മാത്രമേ ഉപയോഗിച്ചുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു അമ്പലത്തിലെ പശു സ്വർണ്ണക്കപില, പിന്നെ തിരുപ്പതി ക്ഷേത്രത്തിലെ പൊങ്ങന്നൂർ, അങ്ങനെയാണ് അമ്പലം മോഡലിൽ ഒരു കൂടുണ്ടാക്കാം എന്നുള്ളൊരു ധാരണ വന്നത്, മനസ്സിൽ തോന്നിയത്. അങ്ങനെ അതിനനുയോജ്യമായ ദശാവതാരമൊക്കെ പുറത്ത് കൊത്തിവെച്ച് ഒരു കൂട്, ഓടുമേഞ്ഞ ഒരു കൂട് അവർക്ക് വേണ്ടി തയ്യാറാക്കിയതാണ്. ഏതാണ്ട് 2 വയസ്സ് പ്രായമുള്ള പൊങ്ങന്നൂർ പശുവാണ് ഞങ്ങളുടെ ഇവള്. പേര് കാർത്തു. ഇവളോടൊപ്പം ഒരു തുമ്പി ഉണ്ട്, തുമ്പി പുറത്താണ്. അപ്പോൾ ഇവൾക്ക് ഇത് ഹീഫർ എന്നുള്ള ഒരു പ്രായത്തിൽ നിൽക്കുന്ന ആണ് കാർത്തു. ഈ പൊങ്ങന്നൂർ പശുക്കളുടെ മറ്റൊരു പ്രത്യേകത, ഇവരുടെ പാലിന് 8 ഇതിൻ്റെ ഫാറ്റിൻ്റെ റേറ്റ് വരുന്നത്. 8% ഫാറ്റാണ് ഈ പൊങ്ങന്നൂർ പശുക്കളുടെ. പിന്നെ ഏറ്റവും നല്ല ഔഷധ ഗുണമുള്ള പാലാണ് ഇവരുടെ പാല്, നല്ല കട്ടിയുള്ള പാലാണ്. ഇപ്പോൾ ഈ പ്രസവിച്ച് 3.5 മാസം പ്രായമായ സുഭദ്രയുടെ പാലാണ് ഞങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്, വളരെ ഫാറ്റ് കൂടുതലുള്ള പാലുമാണ്. ആഹാരം ബാക്കി പശുക്കൾക്ക് കൊടുക്കും പോലെയുള്ള സാധാരണ ആഹാരം തന്നെയാണ്. പുല്ല്, സൈലേജ്, വൈക്കോല്, പിന്നെ പരുത്തിപ്പിണ്ണാക്ക്, ഇങ്ങനെ സാധാ ആഹാരം തന്നെയാണ്. നമുക്ക് സാധാ നാടൻ പശുക്കൾ കൊടുക്കുന്ന ഏത് ആഹാരം ഇവർക്ക് കൊടുക്കാം. ആഹാരത്തിൻ്റെ പ്രത്യേകത അല്ല ഈ ഫാറ്റ് 8 കിട്ടുന്നത്, അത് ഈ പശുക്കളുടെ ബ്രീഡിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇത് വെച്ചൂർ പശുക്കളിലുള്ള സ്വർണ്ണക്കപില, ശ്വേതക്കപില എന്നൊക്കെ പറയും. ഇത് സ്വർണ്ണക്കപിലയാണ്. ഇവരുടെ പ്രത്യേകത, ഇവരുടെ സാധാരണ വെച്ചൂർ പശുക്കളിൽ നിന്ന് ഇവരുടെ കളറിന് തന്നെ വ്യത്യാസമാണ്. സിംഗിൾ കളറായിരിക്കും, പക്ഷേ അവരുടെ കണ്ണ് ഒരു ഗോൾഡൻ കളറാണ്, വാല് കളറാണ്, നാക്ക്, ഇതെല്ലാത്തിനും കളർ പാറ്റേൺ ഒരേപോലെ ആയിരിക്കും. അത് കണ്ടാൽ ഷേപ്പൊക്കെ വെച്ചൂർ പശുവിൻ്റെ അതേ ഷേപ്പ് തന്നെയാണ്. പക്ഷേ ഈ കളർ ടോണും വ്യത്യാസമുണ്ട് ഇവരുടെ ശരീരത്തിൽ മൊത്തം. പാലിനും അതുപോലെ നല്ല ക്വാളിറ്റിയുള്ള പാലാണെന്നാണ് പറയപ്പെടുന്നത്. ബാക്കിയെല്ലാം വെച്ചൂർ പശുവിൻ്റെ ഇത് തന്നെയാണ്.
നാടൻ പശുക്കളുടെ വില എന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് വില. ഇപ്പോൾ കേരളത്തിലെ ഈ വെച്ചൂർ പശുക്കൾ, കാസർഗോഡ് കുള്ളൻ പശുക്കൾ, ഇവർക്കൊക്കെ ഒരു 25,000 30,000, പിന്നെ കേരള യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് ഉള്ള വെച്ചൂർ പശുക്കൾക്ക് 70,000, ഇങ്ങനെയൊക്കെയാണ് വില നിലവാരങ്ങൾ എൻ്റെ അറിവിൽ. പിന്നെ ഏറ്റവും കൂടുതൽ പശു ഇനത്തിൽ വിലയുള്ളത് ഈ കുള്ളൻ പശുക്കളായ പൊങ്ങന്നൂർ പശുക്കൾക്കാണ്. ഇവർക്ക് ഫസ്റ്റ് ജനറേഷൻ ഈ നിൽക്കുന്ന പശുക്കൾക്ക് 2.5 ലക്ഷം മുതലും ഏതാണ്ട് മൈക്രോ എന്ന് പറയുന്ന ജനറേഷന് 6-6.5 ലക്ഷം വരെയും വിലയാണ്. ആന്ധ്രയിലുള്ള നല്ല ബ്രീഡേഴ്സ് ഒരു 4 ലക്ഷത്തിൽ കുറഞ്ഞ് ഒരു പശുവിനെ നമുക്ക് ഓഫർ ചെയ്യത്തില്ല. പിന്നെ ഒരുപാട് പറ്റിപ്പുകളും കാര്യങ്ങളൊക്കെ ഇതിനിടയ്ക്ക് നടക്കുന്നുമുണ്ട്. അതുകൊണ്ട് എല്ലാവരും അറിഞ്ഞും കണ്ടും നോക്കിയും സെലക്ട് ചെയ്ത് വാങ്ങുക, നല്ല ബ്രീഡർമാരുടെ അടുത്ത് നിന്ന് വാങ്ങുക. കുഞ്ഞൻ പശുക്കളിൽ മറ്റൊരു വെറൈറ്റിയാണ് കാസർഗോഡ് കുള്ളൻ. ഇതും നമ്മുടെ കേരളത്തിൻ്റെ തനദിനമാണ്. കാസർഗോഡ് കുള്ളൻ, കാസർഗോഡ് ഡാർഫ് എന്നറിയപ്പെടുന്നത്. ഇവൾ നാണി, ഇവളുടെ അമ്മയുടെ പേര് നങ്ങേലി. ഇവിടെ തന്നെ ജനിച്ച കുട്ടിയാണ്. ഡാർഫ് നമ്മുടെ കാലാവസ്ഥയ്ക്ക് വളരെ അനുയോജിച്ച പശുക്കളാണ്. ഒരു വീട്ടിൽ വളർത്താൻ, ഫാമിലേക്കെന്ന് ഞാൻ ഉപദേശിക്കില്ല, പക്ഷേ വീട്ടിൽ വളർത്താൻ ഏറ്റവും അനുയോജ്യമായ പശുക്കളാണ് ഈ ഡാർഫ് വെറൈറ്റി. ഈ കാസർഗോഡ് കുള്ളൻ പശുവിന് ഒരു 2 ലിറ്റർ വരെ നമുക്ക് പാല് കിട്ടാം. പിന്നെ നല്ല പാല് തന്നെയാണ്, വെച്ചൂർ പശുവിൻ്റെ പോലെ നല്ല പാല് കിട്ടാം. പിന്നെ വളരെ ഇണക്കമുണ്ട് ഇവർക്ക്, ആർക്ക് വേണോ കൈകാര്യം ചെയ്യാം. വീട്ടിൽ എന്ത് ആഹാരം കൊടുത്താലും അവർ കഴിച്ചോളും. നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം വെച്ചൂർ, ആ വെച്ചൂർ പശുക്കളാണ് ഈ കാണുന്ന ഇവർ 3 പേരും വെച്ചൂർ, പ്യുവർ വെച്ചൂർ പശുക്കളാണ്. ഇതിൻ്റെ കബലയാണ് ഞാൻ നേരത്തെ നിങ്ങൾ പരിചയപ്പെടുത്തിയത്. വെച്ചൂർ കബലയാണ് മുൻപ് പരിചയപ്പെടുത്തിയത്. ഇവർ 3 പേരും സാധാ വെച്ചൂർ പശുക്കളാണ്. ഇവൾ പ്രഗ്നൻ്റാണ്, അവളും പ്രഗ്നൻ്റാണ്. ഇവൾ ഇപ്പോൾ റീസെൻ്റായിട്ട് നമ്മൾ ഇൻസെമിനേഷൻ ചെയ്ത് നിർത്തിയേക്കാണ്. നന്നായിട്ട് ഇണങ്ങി, മനുഷ്യരുമായിട്ട് നല്ല ഇണങ്ങി ജീവിക്കുന്ന പശുക്കളാണ് ഡാർഫിനം പൊതുവേ. അതിൽ ഏറ്റവും കൂടുതൽ മനുഷ്യരുമായിട്ട് ഇണങ്ങുകയും നമുക്ക് വീട്ടിനകത്ത് വരെ വളർത്താൻ പറ്റുന്നതാണ് പൊങ്ങന്നൂർ പശുക്കൾ. അത് കഴിഞ്ഞാൽ എൻ്റെ അനുഭവത്തിൽ കാസർഗോഡ് കുള്ളൻ, പിന്നീട് വെച്ചൂർ പശുക്കൾ വരുള്ളൂ. വെച്ചൂർ പശുക്കൾ ചിലപ്പം അറിഞ്ഞുകൂടാത്തവർ കറക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ചിലർ കറക്കാനൊന്നും സമ്മതിക്കാറില്ല. ചിലപ്പോൾ ഒരാളെ കറക്കാൻ സമ്മതിക്കുകയുള്ളൂ. അങ്ങനെ കുറച്ചൊക്കെ പ്രത്യേകത ഉള്ളതാണ് വെച്ചൂർ പശുക്കൾ. ഞങ്ങളുടെ ഈ ഫാമിൽ ഗീർ പശുക്കൾ ആണ് മെയിനായിട്ടുള്ളത്. ഞങ്ങൾ ഗീർ പശുക്കളുടെ പാലും തൈരും മോരും പനീറും ഇതൊക്കെയാണ് ഞങ്ങൾ ഇവിടെ സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഗീർ പശുക്കളെ വളർത്താൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ A2 മിൽക്കാണ് ഗീർ പശുക്കളുടേത്. കംപ്ലീറ്റ് ആയിട്ട് A2 ബീറ്റാ കേസിനടങ്ങിയ പാല് തരുന്നതാണ് ഗീർ പശുക്കൾ. അതുപോലെ തന്നെ ഈ ഹമ്പുള്ള പശുക്കൾ മാത്രമേ നമ്മുടെ ഈ ഫാമിനകത്തുള്ളൂ. ഈ ഷെഡിൽ നിൽക്കുന്ന പശുക്കൾ ഇവർ ഞങ്ങളുടെ ഇവിടെ തന്നെ ജനിച്ച് ഹീഫേഴ്സ് ഫസ്റ്റ് ടൈം ഹീറ്റ് കാണിച്ച് അത് കഴിഞ്ഞ് ഞങ്ങൾ ഇൻസെമിനേറ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്ന, ആദ്യമായിട്ട് പ്രസവിക്കാൻ നിൽക്കുന്ന പശുക്കളാണ് ഇവർ 4 പേര്. ഇതിൽ ഈ 3 പശുക്കൾ ബ്രൗൺ കളറുള്ളവരെ ഭാവനഗർ ബ്രീഡ് എന്നാണ് ഗുജറാത്തിൽ പറയുന്നത്. ഈ ഒരെണ്ണം പുള്ളിയൊക്കെ ഉള്ളത് ലാൽ കാബ്രി എന്ന് പറയും. അങ്ങനെ 2 ടൈപ്പ് ഗീർ പശുക്കളാണ്. ഹീഫേഴ്സിൻ്റെ സ്റ്റേജ് കഴിഞ്ഞ് ഇവരിന് പ്രസവിച്ച് കഴിയുമ്പോൾ ഇവർ നമ്മുടെ മെയിൻ ഷെഡിലേക്ക് പോകും. മെയിൻ ഷെഡിലേക്ക്, കറവ ഷെഡിലേക്ക് പോകും. ഇവിടെ കറവയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്, കറക്കുന്ന ഫെസിലിറ്റി ഒന്നുമില്ല. ആ പശുക്കൾ എപ്പോഴും വെട്ടവും വെളിച്ചവും കിട്ടുന്ന സ്ഥലത്ത് തന്നെ നിൽക്കുന്നു. ആവശ്യത്തിൽ കൂടുതൽ എയർ ഫ്ലോ വേണം ഇവർക്ക് വെയിലിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ ഈ ഇവരുടെ ഹമ്പ് മുതൽ വാല് വരെയുള്ള ഭാഗം സൂര്യകേതു നാഡി എന്ന് പറയും. ഇവർ ആ സൂര്യകേതു നാഡിയിൽ കൂടെ സൂര്യപ്രകാശത്തിൽ നിന്ന് അവർക്ക് ഒരുപാട് എനർജി ഇവർ അബ്സോർബ് ചെയ്യുന്നുണ്ട്. വൈറ്റമിൻ D വരെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവർ പശുക്കൾ മേഞ്ഞ് നടക്കുന്ന നമ്മൾ HF ജേഴ്സി എന്ന് പറയുന്ന പശുക്കളെ, ഫോറിൻ പശുക്കളെ ചെയ്യുന്നത് പോലെ കെട്ടിയിട്ട് ഇതുപോലെ വളർത്തുന്ന പശുക്കളല്ല ഇവർ മേഞ്ഞ് നടന്ന് വെയിലും കൊണ്ട് മേഞ്ഞ് നടക്കേണ്ട പശുക്കളാണ്. അതുപോലെ അവരുടെ ഒരു ചില്ലിങ് സ്പേസാണിത്. ഇവർക്ക് ഓരോരോ സെക്ഷനായിട്ട് ഇവർ രാവിലെ അഴിച്ചു വിട്ടാൽ ഇനി അടുത്ത കറവ സമയത്ത് മാത്രമേ കൂട്ടിലേക്ക് ഇവരെ കൊണ്ടുപോകാറുള്ളൂ. അപ്പോൾ ഇവരിവിടെ നന്നായിട്ട്
നടക്കുകയും ഓടുകയും എക്സസൈസ് ചെയ്യുകയും ബാക്കി ആവശ്യത്തിന് സൂര്യപ്രകാശം കിട്ടുകയൊക്കെ ചെയ്യുന്ന സ്ഥലമാണിത് ഞങ്ങളുടെ. ഇത് 2 തട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ചിലപ്പോൾ കുഞ്ഞു പശുക്കളെയൊക്കെ അപ്പുറത്തെ സൈഡിൽ വിടും, വലിയ പശുക്കളെ ഇവിടെ വിടും. അങ്ങനെ ഞങ്ങൾ മാറ്റി മാറ്റി വിടാറുണ്ട്. ഇവർക്ക് നന്നായിട്ട് വെയിൽ കൊള്ളണം. വെയിൽ കൊള്ളുമ്പോൾ അസുഖങ്ങൾ മാറും. പിന്നെ ഈ പറഞ്ഞതുപോലെ അവർ ശരീരത്ത് ഒരുപാട് സൺലൈറ്റിൽ നിന്ന് എനർജി വലിച്ചെടുക്കുന്നു. ഇത് രണ്ടുമാണ് മെയിനായിട്ട് വെയിൽ കൊള്ളുകയും എക്സസൈസ് ചെയ്യുമ്പോൾ ഉള്ള ഗുണം. ഇവരെല്ലാം മിൽക്കിംഗ് കൗസാണ്. മെയിനായിട്ട് മിൽക്കിംഗ് കൗസിനാണല്ലോ സൂര്യപ്രകാശം കിട്ടേണ്ടതും പാലിന് ക്വാളിറ്റി കൂടേണ്ടത്. അപ്പം മിൽക്കിംഗ് കൗസിനെ മസ്റ്റായിട്ട് ഞങ്ങൾ പുറത്ത് വിടും. പിന്നെ ഇവരെ മിൽക്കിംഗ് സമയത്ത് അകത്ത് കയറ്റി കഴിയുമ്പോൾ നോൺ മിൽക്കിംഗ് ആയിട്ടുള്ളവരെ പുറത്തിറക്കി വിടും. പിന്നെ രാത്രി അവരെ അകത്ത് കയറ്റത്തുള്ളൂ. അങ്ങനെ ഓരോരോ സെക്ഷനായിട്ട് ഞങ്ങൾ ഇറക്കി വിടാറാണ്. ഡെയിലി സൂര്യപ്രകാശം കൊള്ളിക്കും. പിന്നെ ഈ അടുത്തടുത്ത് നിൽക്കുന്ന സെക്ഷൻ ഇറക്കി വിടുമെന്ന് അവർ തമ്മിൽ ഇടിയും കുത്തുമൊക്കെ കുറവായിരിക്കും. മറ്റേ അവരുമായിട്ട് എപ്പോഴും അടുത്തിടപഴകാത്ത പശുക്കളാകുമ്പം പരസ്പരം അവർ ഇടിയും കുത്തുമൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് മാറ്റി മാറ്റി ഓരോ സെക്ഷനാക്കി ഇറക്കി വിടുന്നത്. ഇന്നത്തെ ദിവസം പുറത്ത് വിട്ടിരിക്കുന്ന ഇതെല്ലാവരും ബ്രൗൺ ഭാവനഗർ ബ്രീഡ് ഗിർപശുക്കളാണ്. അതിൽ എല്ലാവരും എൻ്റെ മക്കൾ തന്നെയാണ്. അതിൽ ആ പ്യൂരിറ്റി, ഏറ്റവും നല്ല പ്യൂരിറ്റി കേട്ടോ, ആ കൊമ്പുള്ള പശുവാണ് നിൽക്കുന്നതിൽ ഏറ്റവും നല്ല പ്യുവർ ബ്രീഡ്. ബ്ലഡ് ലൈൻ ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് ആ നിൽക്കുന്ന 2 പേരാണ്. ഇവർ ഇച്ചിരി പ്രായമുള്ളവരാണ്. അത് കല്യാണി എന്ന് വിളിക്കും ഞാൻ, ഇവിടെ സീത. ഇങ്ങനെ ഇവർക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും പേരുണ്ട്. പേര് വിളിക്കുമ്പോൾ അവർ നമ്മളടുത്ത് തല പൊക്കി നോക്കുകയും ഒക്കെ ചെയ്യും. അങ്ങനെ ഒരുപാട് സ്നേഹം കാണിക്കുന്ന പശുക്കളാണ് ഇവരെല്ലാവരും. സങ്കടം വരുമ്പോൾ കരയുന്ന കണ്ടോ, എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതാണ് ഈ കരച്ചിൽ ഇങ്ങനെ കാണുന്നത്, കണ്ണുനീര് വരുന്നത്. അത് വലിയ പിന്നെ പൊതുവേ ഇവർ ഇച്ചിരി കരയുന്ന ടൈപ്പാണ്. എന്നാൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴാണ് ഇങ്ങനെ കൂടുതലായിട്ട് തന്നെത്താൻ കരയുന്നത്. നമ്മൾ പോയി ഇങ്ങനെ തടയി കൊടുക്കുമ്പോഴും ചിലപ്പോൾ സന്തോഷം കൊണ്ട് ഇങ്ങനെ കണ്ണുനീര് വരും. നമുക്ക് കാണാം കണ്ണുനീരിറ്റ് വീഴുന്നത്. സ്വാഭാവികമായിട്ടും നമ്മളത് കാണുമ്പോൾ മനസ്സിലാക്കും. അപ്പോൾ അടുത്ത് ചെന്ന് നമ്മളിങ്ങനെ തടവുമ്പോഴത്തേക്കും ചിലപ്പോൾ കൂടുതൽ കണ്ണുനീര് വരും. ചിലപ്പോൾ അതൊക്കെ കണ്ണീരൊക്കെ നിൽക്കും അതോടെ. അങ്ങനെയൊക്കെയാണ് അവരുടെ നേച്ചർ. ഇവക്കൊരു 12 വയസ്സെങ്കിലും പ്രായമുണ്ട് ഇവക്ക്. ഇത് ഇവിടെ ജനിച്ച് ആദ്യം ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ് നിൽക്കുന്ന മോളാണ് ഇവൾ. ഇവളുടെ പേര് ഗൗരി എന്നാണ്. ഇവിടെ നന്നായിട്ട് പാലുണ്ട്. ആദ്യത്തെ പ്രസവത്തിൽ തന്നെ നല്ല പാലും തരുന്ന നല്ലൊരു പശുവാണ് അവൾ. നല്ല ഒത്ത അകിടും 4 കാമ്പും സ്ട്രെയിറ്റ്, നല്ല വാല്, ഇങ്ങനെയൊക്കെയുള്ള നല്ല ലക്ഷണമുള്ള ഒരു പശുവാണ് അവൾ. ഇവൾ 12 വയസ്സിന് മുകളിൽ പ്രായമുണ്ട് ഇവക്ക്. അവൾക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്. അവളുടെ 2 കണ്ണിൽ കൂടെ നിന്നാണ്ട് ഇങ്ങനെ കണ്ണുനീര് വന്നിട്ടുണ്ട്. അതെന്താണെന്ന് അറിയില്ല. ഇനി അതിനെ 1-2 ദിവസം പ്രത്യക്ഷമായിട്ടൊന്നുമില്ല, പനിയോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. ആഹാരം കഴിക്കുന്നുണ്ട്. എന്നാലും 1-2 ദിവസം ഒന്ന് ഒബ്സർവ് ചെയ്യുമ്പോഴത്തേക്ക് അറിയാം എന്താണ് ബുദ്ധിമുട്ടെന്ന്. ഒരുപാട് പ്രകൃതിദത്തമായിട്ട് തന്നെ ഒരുപാട് ഇമ്മ്യൂണിറ്റി ഉള്ള പശുക്കളാണ്. അപ്പോൾ ഇവർ ഈ വെയിൽ കൊള്ളുകയും എക്സസൈസ് ചെയ്യുകയും ചെയ്യുമ്പോൾ അവർക്ക് അധികം അസുഖങ്ങളൊന്നും വരാറില്ല. അതൊക്കെയാണ് അതിൻ്റെ ഗുണഗണങ്ങൾ. ഇവിടെ കുട്ടികളെ ഞങ്ങൾ വളർത്തുക തന്നെയാണ് ചെയ്യുന്നത്. ഞങ്ങൾ ഫാമിലെ എക്സ്പാൻഷൻ ആവശ്യത്തിന് വേണ്ടിയിട്ട് കുട്ടികളെ ഞങ്ങൾ നല്ല ആദ്യത്തെ ഒരു 6 മാസം നന്നായിട്ട് പാല് കൊടുത്ത് തന്നെ വളർത്തുന്നത്. കുട്ടികളെ മാറ്റുന്ന പരിപാടി ഇവിടെ ഇല്ല. പ്രസവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളെ വിട്ട് തന്നെയാണ് കറക്കുന്നത്. ആദ്യത്തെ 6 മാസത്തോളം പാല് കൊടുത്ത് വളർത്തി പിന്നെ ഞങ്ങൾ അവരെ വീട്ടിലേക്ക് കൊണ്ടുപോയി. എൻ്റെ വീട്ട് ഇവിടുന്ന് 2 കിലോമീറ്ററേ ഉള്ളൂ. അവിടെ ഇതുപോലെ സൗകര്യമുണ്ട്, ഷെഡുണ്ട്. അപ്പോൾ അവിടെ നിർത്തി കുട്ടികളെ വളർത്തി വലുതാക്കി പിന്നെ അവർ ഫസ്റ്റ് ഒരു 3 വയസ്സ് വരെ അവിടെ നിർത്തി വളർത്തിയതിന് ശേഷമാണ് ഇവിടെ കൊണ്ടുവന്ന് ഇൻസെമിനേഷനൊക്കെ തയ്യാറായിട്ട് ഞങ്ങൾ റെഡിയാക്കി നിർത്തുന്നത്. ഇതിപ്പോൾ ഏറ്റവും അടുത്ത കാലത്തായിട്ട് ജനിച്ച കുട്ടികളാണ് ഇവർ ഈ നിൽക്കുന്നത്. ഇപ്പോൾ വളരെ ഉച്ചയോടുകൂടി അടുക്കുന്നവർക്ക് അടുത്ത പാല് കുടിക്കാൻ അവരെ ഏത് സമയം വിളിക്കുമെന്നുള്ളൊരു ആകാംക്ഷയാണ് അമ്മമാരെ നോക്കി ഇങ്ങനെ നിൽക്കുന്നത്. ഇവർ ഞങ്ങളൊരു പ്രസവിച്ച് കൊളസ്ട്രം കൊടുത്ത് അതാത് അമ്മമാരെ തന്നെ വിട്ട് കറക്കുകയാണ് പതിവ്. അതൊരു 3 മാസം നന്നായിട്ട് ഞങ്ങൾ പാല് കൊടുക്കും. കറന്നെടുക്കുന്നതിന് ഒരു ഭാഗം അവർക്ക് കുടിച്ചിട്ടേ നമ്മൾ കറന്നെടുക്കാറുള്ളൂ. അതിനുശേഷം 6 മാസം വരെ നമ്മൾ പാല് കൊടുക്കും. ഫസ്റ്റ് കറവ തീരുന്നത് വരെ നമ്മൾ വിട്ട് കറന്നേ എടുക്കാറുള്ളൂ. പാല് കുപ്പിയിലിങ്ങനെ കൊടുക്കാറില്ല. ജനിച്ച് ഇവർ തന്നെത്താൻ പാല് കുടിക്കും. ചില അമ്മമാർ പാല് കുടിക്കാൻ സമ്മതിക്കില്ല. അങ്ങനെ ഞങ്ങൾ അപ്പം തന്നെ കൊളസ്ട്രം കറന്നിങ്ങനെ കൊടുക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ വിട്ട് കുടിപ്പിക്കാറേ ഉള്ളൂ. അങ്ങനെ പതിവ്. ഇവളിച്ചിരി വീക്കായതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ കുപ്പിയിലും പാല് കൊടുക്കാറുണ്ട്. അപ്പോൾ ആദ്യം നന്നായിട്ട് പാല് കുടിച്ച് തന്നെ ആയിരിക്കും ഇവിടുത്തെ എല്ലാ കുട്ടികളും വളരുന്നത്. എന്നാൽ മാത്രമേ അവർ വലുതായി വരുമ്പോൾ നമുക്ക് ആ തള്ള പശുവിന് അത്രയും ഇമ്മ്യൂണിറ്റിയും ബാക്കി അതിൻ്റെ ആ ഒരു മിൽക്കിംഗ് കപ്പാസിറ്റിയും ഒക്കെ വരത്തുള്ളൂ. അതുകൊണ്ട് നന്നായിട്ട് പാല് കൊടുത്ത് ഒരു 3 മാസം മുതൽ 6 മാസം വരെ നന്നായിട്ട് പാല് കൊടുക്കും. ഇത് ഗീർ ലാൽ കാബ്രി ഇനത്തിൽപ്പെട്ട അവിടെ അവസാനം ജനിച്ച ഒരു കുട്ടിയാണ് ഇവൾ. ലാലി എന്നാണ് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ നല്ല കുട്ടികളെ നമ്മൾ തിരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ ഈ കുട്ടി ജനിച്ചു കഴിയുമ്പോൾ
മെയിനായിട്ട് ഇതിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും. ഇപ്പോൾ നമ്മൾ സെമൻ സ്ട്രോ ആണ് വെക്കുന്നതെങ്കിൽ ആ ബുള്ളിൻ്റെ ഡീറ്റെയിൽസ് ആ സ്ട്രോയിൽ നമ്പറിൽ നിന്ന് കിട്ടും. പിന്നെ ഇവിടെ അതിൻ്റെ അമ്മ നിൽക്കുമ്പോൾ അമ്മയുടെ പാല് എത്രയുണ്ടായിരുന്നു, ആ അമ്മയുടെ ക്വാളിറ്റി എന്താണെന്നൊക്കെ ഉള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ പിന്നെ കുട്ടി ജനിച്ചു കഴിയുമ്പോൾ കുട്ടിയുടെ നെറ്റി, ചെവിയുടെ നീളം, പിന്നെ അതിൻ്റെ ഹമ്പ്, ഇങ്ങനെ കുട്ടിയുടെ ഇതിൻ്റെ ഈ ഉടലിൻ്റെ ലെങ്ത്, ഇങ്ങനെയുള്ള കുറേ ലക്ഷണങ്ങൾ നോക്കിയാണ് നമ്മൾ നല്ല കുട്ടികളെ തിരഞ്ഞെടുക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് അച്ഛൻ്റെ അമ്മയുടെയും ക്വാളിറ്റി. പിന്നെ അതിൻ്റെ മുമ്പോട്ടുള്ള ഹിസ്റ്ററി അറിയാമെങ്കിൽ അത്രയും കൂടെ നല്ലത്. ആ മുമ്പോട്ടുള്ള ഗ്രാൻഡ് പാരൻസിന് എത്രത്തോളം പാലുണ്ടായിരുന്നു, ഏതായിരുന്നു ബ്ലഡ് ലൈന്, അങ്ങനെ അറിഞ്ഞാണ് നമ്മളൊരു കുട്ടിയെ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആ കുട്ടിക്കും അതിൻ്റേതായ ഒരു പെർഫോമൻസ് വലുതായി വരുമ്പോൾ ഉണ്ടാവും. ഇവർക്കൊരു ആദ്യത്തെ 3 മാസം നല്ല കെയർ വേണ്ടി വരും. പക്ഷേ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ അമിതമായിട്ട് പാല് കുടിച്ച് അവർക്ക് വയറിളക്കം വരാതെയൊക്കെ നോക്കിയാൽ മതി. അല്ലാതെ വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഇവർക്ക് വരാറില്ല. അത് നന്നായിട്ട് നോക്കുക, നന്നായിട്ട് പാല് കൃത്യമായിട്ട് കൊടുക്കുക. ഓവറായിട്ട് പാല് കുടിച്ചിട്ട് വയറിളക്കം വരികയാണെങ്കിൽ അത് നമ്മളെ കൺട്രോൾ ചെയ്യാനുള്ള മരുന്നുകൾ കൊടുക്കുക, അത്രയേ ഉള്ളൂ. വേറെ ഒരു മരുന്നിൻ്റെ ആവശ്യമില്ല. ഇവരുടെ പശുക്കളെ വളർത്തിയ ഒരു അനുഭവ പാരമ്പര്യം അല്ലെങ്കിൽ അനുഭവത്തിൽ നിന്ന് പറയാനുള്ളത്, ഇവരെ നല്ല സ്ഥലത്ത് അഴിച്ചുവിട്ട് കഴിയുന്നതും വളർത്തുക. ഏറ്റവും നല്ല വെയിലൊക്കെ കൊണ്ട് മേഞ്ഞ് നടക്കുന്ന രീതിയിൽ ഇവരെ വളർത്താൻ ശ്രമിക്കുക. പിന്നെ ഇവരെ സ്നേഹിച്ച് വളർത്തുക. ഇവരുടെ പാലിന് ആവശ്യക്കാർക്ക് മാത്രമേ കൊടുക്കാവൂ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണം അറിഞ്ഞ് ഇതിൻ്റെ ആവശ്യമുള്ള നീഡി ആയിട്ടുള്ള ആൾക്കാരുണ്ട്. സാധാരണ പാല് അലർജി ഉള്ളവർ, ഈ പറയുന്ന എന്തെങ്കിലും അസുഖങ്ങൾ അല്ലെങ്കിൽ ഒരു മെഡിസിനായിട്ട് ഈ പാൽ ഉപയോഗിക്കുന്നവർക്ക് കൊടുക്കുക. കുറച്ച് പേർക്കെങ്കിലും നല്ല ആഹാരം, നല്ല പാല്, ഇന്ന് എല്ലാം മായം കലർന്ന ഒരു സൊസൈറ്റിയിൽ കുറച്ച് നല്ല പാൽ ഉൽപ്പാദിച്ച് കുറച്ച് പേർക്കെങ്കിലും കൊടുക്കാൻ പറ്റിയാൽ അത് വലിയ കാര്യം എന്നുള്ളതിൻ്റെ പുറത്ത് ചെയ്യുന്നൊരു പ്രോജക്റ്റും കൂടാണിത്. ലാഭം നോക്കിയിട്ടല്ല, ഇത് ലാഭമാണെന്ന് ഞാൻ പറയത്തില്ല. ഞാൻ ഇതിൻ്റെ മാത്രം കണക്ക് നോക്കാറില്ല. വേറെ എന്ത് ബിസിനസ് ചെയ്യാലും കണക്ക് നോക്കും. പശുക്കളുടെ കണക്ക് ഞാൻ നോക്കാറില്ല. അതിനൊരു അക്കൗണ്ടിങ്ങും ഇല്ല. അത് നമ്മൾ ഇഷ്ടത്തിൻ്റെ പുറത്ത് വളർത്തുന്നു, നമ്മൾ പാല് കൊടുക്കുന്നു. പാല് നമ്മൾ പാസ്ചറൈസേഷൻ പ്രോസസ്സോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. കറന്നെടുക്കുന്ന റോ മിൽക്ക് അതേപോലെ കസ്റ്റമറുടെ കയ്യിലെത്തിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ കറക്കുന്ന സമയത്ത് മിൽക്കിംഗ് മെഷീനിലുള്ള അതിൻ്റെ ഡ്രമ്മിൽ നിന്ന് മിൽക്ക് ക്യാനിലേക്ക് പകരുന്നു, വെള്ള തുണി വെച്ച് അരിച്ചൊഴിക്കുന്നു. അത് കഴിഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് വെള്ള തുണി വെച്ച് ഒന്നുകൂടെ നമ്മൾ പാക്കിങ്ങിന് വേണ്ടി ഉള്ള പാത്രത്തിലേക്ക് ഒഴിക്കുന്നു. പിന്നെ ഈ സക്ഷൻ ട്യൂബ് വഴി നേരെ ഈ മെഷീൻ വഴി പാക്കിങ്ങിലേക്ക് വരികയാണ്. കഴിയുന്നതും ഹാൻഡ് ടച്ചോ ഒന്നും ഇല്ലാതെ അത്തരം ഹൈജീനായിട്ടാണ് നമ്മൾ പാല് സപ്ലൈ ചെയ്യുന്നത്. ഇത് ഒരു സെമി ഓട്ടോമാറ്റിക് പാക്കിംഗ് മെഷീനാണ്. ഇതിൻ്റെ ഈ ടൈമർ വെച്ചിട്ടാണ് നമ്മൾ ക്വാണ്ടിറ്റി സെറ്റ് ചെയ്തിട്ട് 1/2 ലിറ്ററിൻ്റെയും 1 ലിറ്ററിൻ്റെയൊക്കെ പാക്കിങ് നമുക്ക് ചെയ്തെടുക്കാം. A1 ബീറ്റ കേസിൻ നമ്മൾ വൈറ്റ് റെവല്യൂഷൻ ഇമ്പോർട്ട് ചെയ്ത ഹൈ പ്രൊഡക്ടിവിറ്റി ഉള്ള പശുക്കളുടെ A1 ബീറ്റ കേസിനടങ്ങിയ പാല് കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്ത് കോസോമോർഫിൻ 7 CMF7 എന്ന് പറയുന്ന ഒരു എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അത് ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട്. ആക്ച്വലി ആ പാലിലല്ല, ആ പാലിനേക്കാളും ഈ ദഹിപ്പിക്കാനുണ്ടാകുന്ന എൻസൈമാണ് നമ്മുടെ ശരീരത്തിന്, അതായത് ഓട്ടിസം, ടൈപ്പ് 1 ഡയബറ്റീസ്, ഹാർട്ട് അറ്റാക്ക്, ഇങ്ങനെയുള്ള ഒരുപാട് അസുഖങ്ങൾക്ക് കാരണമാകുന്നതെന്നുള്ളതാണ് ഒരുപാട് കണ്ടുപിടുത്തങ്ങളും UN ഉൾപ്പെടെ ഇപ്പോൾ വന്നിട്ടുണ്ട് ഈ ഒരു കണ്ടുപിടുത്തത്തെക്കുറിച്ച്. ക്യാൻസർ സംബന്ധമായ അസുഖങ്ങൾക്ക് അവർക്ക് ഈ നാടൻ പശുക്കളുടെ പാല് പറയുന്നുണ്ട്. പിന്നെ ഈ സാധാരണ പാലിൽ അലർജി ഉള്ള, അതായത് ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയുന്ന അലർജി അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ഈ പാല് പറയുന്നുണ്ട്. അവർക്കൊക്കെ ഈ പാല് കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ യാതൊരു ബുദ്ധിമുട്ടും വരാറില്ല. അങ്ങനെ ഡോക്ടർമാർ ഗിർ പശുവിൻ്റെ അല്ലെങ്കിൽ A2 മിൽക്ക്, ചിലവർ A2 മിൽക്ക് കൊടുക്കണമെന്ന് പറയും, ചിലവർ ഗിർ പശുവിൻ്റെ പാല് കൊടുക്കാൻ പറയും. അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ നമ്മളെ അന്വേഷിച്ച് വരുന്നുണ്ട്. വർഷങ്ങളായിട്ട് ഈ പാല് കുടിച്ച് വേറെ യാതൊരു സാധാരണ പാലിൽ അലർജി ഉണ്ടായിട്ട് നമ്മുടെ ഈ പാല് കുടിച്ച് ഹെൽത്ത് റീഗെയിൻ ചെയ്ത ഒരുപാട് പാരൻസ് നമ്മളെ വിളിച്ച് പറയാറുണ്ട്, വേറെ ഒരു മരുന്നുമില്ല, നിങ്ങളുടെ പാല് കുടിച്ചാണ് എൻ്റെ കുട്ടി മിടുക്കനായത്, അല്ലെ എൻ്റെ കുട്ടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറിയെന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷം. അതാണ് നമ്മൾ ഈ ചെയ്യുന്ന ഒരു പാഷനിൽ നിന്ന് കിട്ടുന്ന നമുക്ക് ഏറ്റവും വലിയൊരു സാറ്റിസ്ഫാക്ഷൻ. പാലുൽപാദനം മാത്രമല്ല നാടൻ പശു വളർത്തൽ. നാടൻ പശുക്കളുടെ ചാണകവും പാലും ഉപയോഗിച്ച് ഒരുപാട് വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് നമുക്ക് നിർമ്മിക്കാവുന്നതാണ്. കർഷകർക്ക് മികച്ച വരുമാനം നേടാനും ഉപോൽപ്പന്നങ്ങൾ സഹായകമാകുന്നതാണ്.
ഞങ്ങളുടെ A2 മിൽക്കിൽ നിന്ന് ഞങ്ങൾ ഉണ്ടാക്കുന്ന വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ആണ്. അതിൽ ചിലത് മാത്രമാണ് ഇവിടെ ഇപ്പോൾ ഞാൻ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഒന്നാമതായിട്ട് നെയ്യ് A2 നെയ്യ് എന്ന് പറഞ്ഞാൽ അത് ഔഷധമാണ്. നെയ്യായിട്ട് കാണണ്ട, ഔഷധമാണ്. അതിൻ്റേതായ വിലയുമുണ്ട്. ഇത് ഒരുപാട് ആൾക്കാർ അന്വേഷിച്ച് വന്ന് വാങ്ങുന്ന ഒരു പ്രോഡക്റ്റാണ് ഞങ്ങളുടെ ഈ നെയ്യ്. ഇതിവിടെ തന്നെ ഞങ്ങൾ ബട്ടർ കടഞ്ഞെടുത്ത് അത് ഉരുക്കി നെയ്യാക്കി മാറ്റുന്നതാണ് ഞങ്ങളുടെ നെയ്യ്. ഇത് 100 ഗ്രാം, 250 ഗ്രാം, 900 ഗ്രാം അങ്ങനെ പല പല പാക്കുകളിൽ അവൈലബിൾ ആണ്. പിന്നെ ഞങ്ങളിവിടെ പനീർ ഉണ്ടാക്കുന്നുണ്ട്. അത് പനീറും ഇവിടെ പ്യുവറായിട്ടുള്ള A2 മിൽക്ക്, റോ മിൽക്ക്, അതിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ പനീറാക്കി മാറ്റുന്നത്. ഇത് 100 ഗ്രാമിൻ്റെ പാക്കറ്റ്സ്, 200 ഗ്രാം പാക്കറ്റ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തൈര് ഉണ്ടാക്കുന്നുണ്ട്. ഇത് A2 മിൽക്കിൽ നിന്ന് ഉണ്ടാക്കുന്ന തൈരാണ്. 1/2 ലിറ്ററിൻ്റെ പാക്കറ്റിൽ നമ്മളിവിടെ പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് ഒരുപാട് ആവശ്യക്കാരുള്ള ഒരു പ്രോഡക്റ്റാണ് ഇതിൻ്റെ തൈരും ഈ നെയ്യും പനീറും ഒക്കെ. ഹോം ഡെലിവറിക്ക് ബോട്ടിലിൽ പാക്ക് ചെയ്ത് കൊടുക്കുന്ന പാലാണ്. ആദ്യകാലങ്ങളിൽ എല്ലാ ഡെലിവറിയും ബോട്ടിലായിരുന്നു. കോവിഡ് വന്ന സമയത്ത് ബോട്ടിൽ കൊടുത്ത് തിരിച്ചെടുക്കുന്നതൊക്കെ ബുദ്ധിമുട്ടായപ്പോൾ ഞങ്ങൾ പാക്കറ്റിലേക്ക് മാറി. അപ്പോൾ പലർക്കും പാക്കറ്റാണ്, ഫ്ലാറ്റുകാർക്കും ഒക്കെ കൺവീനിയൻറ്റ്. ബോട്ടിൽ തിരിച്ചു കൊണ്ടുവന്ന് താഴെ വെക്കാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് ചിലവരിപ്പോഴും ബോട്ടിൽ ആവശ്യപ്പെടുന്നു. ആ ബോട്ടിലുള്ളവർക്ക് ബോട്ടിൽ കൊടുക്കുന്നു, അല്ലാത്തവർക്ക് പാക്കറ്റ് കൺവീനിയൻ്റ് ഉള്ളവർക്ക് അങ്ങനെ കൊടുക്കുന്നു. ഈ A2 എന്ന് ഞാൻ പറഞ്ഞത് തന്നെ നാടൻ പശുക്കളുടെ മാത്രം ഉൽപ്പന്നമാണിത്. നാടൻ പശുവിൻ്റെ പാല് ഞങ്ങളിവിടെ കറന്നെടുക്കുന്ന ഗിർ പശുവിൻ്റെ പാലിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഈ ഉൽപ്പന്നങ്ങൾക്ക് ആ നാടൻ പശുവിൻ്റെ പാലിന് പറഞ്ഞ എല്ലാ ഗുണമേന്മകളും ഈ പ്രോഡക്ട്സിനുണ്ട്. ടേസ്റ്റ് തന്നെ മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാളും ഒരുപാട് വ്യത്യാസമാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്യുന്നവർ വീണ്ടും ഉദാഹരണത്തിന് ഈ നെയ്യ് തന്നെ ഒരു പ്രാവശ്യം വീട്ടിൽ മേടിച്ചു കൊണ്ടുപോയി കുട്ടികൾക്ക് ദോശയിലെങ്ങാനും ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ ബഹളമാണ്. ഈ നെയ്യ് ഉണ്ടെങ്കിലേ അവർ കഴിക്കത്തുള്ളൂ. അങ്ങനെ ഒരുപാട് പേര് ഇവിടെ നിന്ന് റിപ്പീറ്റായിട്ട് മേടിച്ചുകൊണ്ട് പോകുന്നു. എല്ലാ പ്രോഡക്ട്സിനും രുചി ഭയങ്കര വ്യത്യാസമാണ് നമ്മൾ സാധാ മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാളും. പിന്നെ അതിൻ്റേതായ രുചിക്കൊപ്പം അതിൻ്റെ ഗുണമുണ്ട്. ഇത് 90 വയസ്സായവർക്കൊക്കെ ഈ കോൺസ്റ്റിപ്പേഷന് പോലും ഈ നെയ്യ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം കറക്റ്റാക്കി കോൺസ്റ്റിപ്പേഷൻ പോലും ഒഴിവായി കിട്ടും. അത്രയ്ക്ക് രാവിലെ 1 സ്പൂൺ നെയ്യ് സേവിച്ചാൽ മാത്രം മതി. ഒരുപാട് ഗുണങ്ങളാണ്. ഒരു ദിവസം മുഴുവൻ നമ്മൾ ഊർജ്ജസ്വലമായി നിൽക്കുമെന്നാണ് പറയപ്പെടുന്നത്. ആയുർവേദ ഔഷധങ്ങൾ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ നെയ്യ് ഇഷ്ടംപോലെ കൊണ്ടുപോകുന്നുണ്ട്, നമ്മുടെ പാല് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഈ ധാര ചെയ്യാനൊക്കെ ആയിട്ട് നമ്മുടെ മോര് കൊണ്ടുപോകുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ഔഷധങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ പ്രോഡക്ട്സുകൾ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ പാൽ വിതരണം ചെയ്യുന്നത് ഇവിടെ തന്നെ ഒത്തിരി ആൾക്കാർ വന്ന് മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ. അതുകൂടാതെ രാവിലെ ഞങ്ങൾക്കൊരു റൂട്ടുണ്ട്. അതായത് ഇപ്പം തിരുവനന്തപുരം സിറ്റിക്കകത്ത് ഞങ്ങളിത് ശാസ്തമംഗലം കൊച്ചാർ റോഡിലാണ് ഞങ്ങളുടെ ഈ ഫാം സ്ഥിതി ചെയ്യുന്നത്. അതായത് 3:30 പാല് കറവ തുടങ്ങിയാൽ 4:30 ഇവിടുന്ന് ആദ്യത്തെ റൂട്ട് പോവും. രണ്ടാമത് ഈ ഡെലിവറി ചെയ്യുന്ന ആൾ തിരിച്ചിവിടെ എത്തുമ്പോൾ അടുത്ത ഒരു റൂട്ടിനുള്ള പാലെല്ലാം പാക്ക് ചെയ്ത് ഇവിടെ റെഡിയാവും. ഇപ്പോൾ കറന്നു കഴിഞ്ഞാൽ ഒരു 6 മണിക്കൂർ വരെ റെഫ്രിജറേഷൻ ചെയ്തില്ലെങ്കിലും ഈ പാല് സേഫാണെന്നാണ് പറയുന്നത്. പക്ഷേ ഞങ്ങൾ അങ്ങനെ ഒരു റിസ്കിന് പോകാറില്ല. ഏറ്റവും ഫ്രഷായിട്ട് റോ മിൽക്ക് ഒരു 1.5 മണിക്കൂറിനകത്ത് കസ്റ്റമറിൻ്റെ കയ്യിലെത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇത് ഒരു പുതിയ ഫാം തുടങ്ങുന്നവരടുത്ത് അല്ലെങ്കിൽ ഇതിനെ കണ്ട് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നവരടുത്ത് പറയുന്നത്, ഒരിക്കലും ഒരു ഫാം മൊത്തമായിട്ടൊന്നും നിങ്ങൾ വാങ്ങിക്കരുത്. എത്ര പൈസ ഉണ്ടെങ്കിലും വാങ്ങിക്കരുത്. നിങ്ങളൊരു 5 പശുക്കളെ, നല്ല ക്വാളിറ്റിയുള്ള ഒരു 5 പശുക്കളെ വാങ്ങിച്ച് ആദ്യം ഒരു 2 വർഷം ഈ പശുക്കളെ പഠിക്കുക. ഇവരുടെ സ്വഭാവം പഠിക്കുക, ഇവരുടെ ആഹാരം എന്താണെന്ന് പഠിക്കുക, ഇവരുടെ പാലിൻ്റെ ഗുണഗണങ്ങൾ പഠിക്കുക, ആഹാരത്തിനനുസരിച്ച് പാലിൻ്റെ ക്വാളിറ്റി മാറുന്നത് എന്താണെന്ന് പഠിക്കുക, ഈ ടെമ്പറേച്ചർ വേരിയേഷനിൽ പാലിന് എന്തെങ്കിലും വ്യത്യാസം വരും, ഇതെല്ലാം പഠിക്കുക. അത് കഴിഞ്ഞേ നിങ്ങൾ കൂടുതൽ നമ്പറിലോട്ടോ അല്ലെങ്കിൽ ഒരു കൊമേഴ്സ്യലായിട്ടോ നിങ്ങൾ പോകാവൂ. ആദ്യം 5 അല്ലെങ്കിൽ മാക്സിമം 10 പശുക്കൾ അത്ര വരെ ചെയ്യാവൂ. അവരെ നന്നായിട്ട് പഠിച്ച് ഒരു 1-2 വർഷമെങ്കിലും വളർത്തി പഠിച്ചതിന് ശേഷമേ പിന്നെ മുന്നോട്ട് നിങ്ങൾ ചെയ്യാവൂ. അതാണ് എനിക്ക് എൻ്റെ ഈ 7 വർഷത്തെ അനുഭവത്തിൽ നിന്ന് പറയാനുള്ള ഒരു ഉപദേശം ബാക്കി കർഷകരോട്. അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന നാടൻ പശുക്കളെ സംരക്ഷിക്കുക എന്നത് ഒരു ചെറിയ ദൗത്യമായാണ് ഞാനിവിടെ ഏറ്റെടുത്തിരിക്കുന്നത്. സർക്കാരിൻ്റെ പല പല പദ്ധതികളും അതിനുവേണ്ടി ഇന്ന് നിലവിലുണ്ട്. നിങ്ങൾക്കും ഒരു നാടൻ പശുവിനെങ്കിലും നിങ്ങളുടെ വീടുകളിൽ വളർത്തി ഈ വലിയൊരു ദൗത്യത്തിൽ പങ്കെടുത്താൽ നാളേക്ക് വേണ്ടിയിട്ടൊരു വലിയ കരുതലായി മാറുന്നതാണ്. നാടൻ പശുക്കളെക്കുറിച്ചുള്ള പരിമിതമായ എൻ്റെ അറിവുകളാണ് ഞാനിവിടെ പങ്കുവച്ചത്. ഇവയെക്കുറിച്ച് ധാരാളം അറിവുകൾ നമുക്ക് പലരിൽ നിന്നും കിട്ടുന്നതാണ്. കിട്ടിയ അറിവുകൾ വെച്ചിട്ട് നിങ്ങൾക്കും പരിശ്രമിക്കാം.
ഒരു കൊച്ചു നാടൻ പശുവിനെ നിങ്ങളുടെ വീട്ടിലും വളർത്താൻ വേണ്ടിയിട്ട്. നാട്ടുവരമ്പിൻ്റെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.